ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ചൊരു കാര്യമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വീട്ടിൽ തന്നെയാണ്, ഒരു പ്ലാനും ഇല്ല. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരിക്കും എന്ന്. സോ ലോസ് ഗേറ്റ്സ്. ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ശീലത്തിൽ നിന്ന് തുടങ്ങാം. ബെഡൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയാൽ. ഇനി നമുക്ക് വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പ്രകാശം പരക്കാൻ സമ്മതിക്കാം. ഇവിടെ വിൻ്ററൊക്കെ അവസാനിച്ച് സമ്മർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യണ്ടേ. എപ്പോഴെങ്കിലും കിട്ടുന്ന അവസരമാണല്ലോ സൺലൈറ്റൊക്കെ. സോ അത് നമുക്ക് ആസ്വദിക്കാം. ആക്ച്വലി ഇന്ന് ഇതും കൂടെയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. എൻ്റെ കൂലങ്കുഷമായ ആലോചനയുടെ ഒടുവിൽ ഞാൻ തീരുമാനിച്ചു പുട്ടും ടൂണയും ഉണ്ടാക്കാമെന്ന്. ആക്ച്വലി ഇത് സ്പെഷ്യലൊന്നുമല്ല, ഇപ്പോഴത്തെ എൻ്റെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചറിയാം. ഇവരെപ്പോഴും എന്നെ കളിയാക്കുന്ന കാര്യം കൂടിയാണിത്. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. സോ ഞാനതൊന്നും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എൻ്റെ TV അടിച്ചു പോയി ഗൈസ്. ഞാനത് ശരിയാക്കാൻ ഒത്തിരി നോക്കി, പക്ഷെ ശരിയാവുന്നില്ല. ഇതാണ് പുട്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുട്ട് ഗൈസ്. ഇനി നമുക്ക് മാസ്മരികമായിട്ടുള്ള ടൂണക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഒന്നുമില്ല, ഉള്ളി വഴച്ച, തക്കാളി, പച്ചമുളക്, നമ്മുടെ എല്ലാ മസാലയൊക്കെ ഇട്ടിട്ട് മെയിൻ ഐറ്റം അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ മെയിനായിട്ടായ ടൂണിയും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതാണ് ട്യൂണ. ഓയിലോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മീൻ്റെ മണവും ടേസ്റ്റും കിട്ടും. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫൈനൽ ലുക്ക്. ഞാനങ്ങനെ കഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് ജർമ്മൻ പഠിച്ചാലോ. ഞാൻ വിശാലിൻ്റെ അടുത്തുനിന്ന് നോട്ടൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പലതും നടക്കും. വേറൊരു പണിയുമില്ല, കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം. ജർമ്മൻ പഠിക്കാതെ ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പഠിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഗൈസ്. നമുക്ക് കാണാം. ഇനിയാണ് ഇന്നത്തെ എൻ്റെ മെയിൻ പണി നടക്കാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി അലക്കാനുണ്ട്. സോ ഞാൻ അലക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങളുടെ കോയിൻ. ഇത് വെച്ചിട്ടാണ് അലക്കുക. അതിന് 2 യൂറോ ആണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മാത്രമേ അലക്കാറുള്ളൂ. സോ ഇതിപ്പം 2-3 ആഴ്ചയായി. ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡ്. അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. അലക്കി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു പടം കാണാമെന്ന്. അങ്ങനെ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി ഒരു പടം ഇരുന്ന് കണ്ടത്. ഒരു തമിഴ് പടമാണ് ആക്ച്വലി. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.